കമ്മട്ടം. സോ മലയാളത്തിൽ നിന്നുള്ള ഒരു ഫിനാൻഷ്യൽ ക്രൈം ത്രില്ലർ എന്ന് പറയപ്പെടുന്ന ഒരു സീരീസ് ആണ് കമ്മട്ടം. അപ്പൊ ശരിക്കുള്ള ഫിനാൻഷ്യൽ ക്രൈം ത്രില്ലറിനൊക്കെ എന്താണ് പറയേണ്ടത് അല്ല അറിയാനായിട്ട് ചോദിക്കുകയാണ്. മട്ടമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. C5 സ്ട്രീം ചെയ്യുന്നത്. സോ ആരെപ്പറ്റി സംസാരിച്ചില്ലെങ്കിലും സീരീസിനെ പറ്റി സംസാരിച്ചില്ലെങ്കിലും സുദേവ് നായരെ പറ്റി സംസാരിക്കണം. എന്റെ പൊന്നുള്ള നിങ്ങൾ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഈ ലോകത്തുള്ള എല്ലാ ഓക്സിജനും അങ്ങേര് വലിച്ചു കയറ്റിയിട്ട് അത്രയും ഏറെ പിടിച്ചിട്ടാണ് അങ്ങേര് ഈ സീരീസ് അഭിനയിച്ചിരിക്കുന്നത്. എന്റെ പൊന്നെണ്ണ കുറച്ച് ഓക്സിജൻ ബാക്കിയുള്ളവർ കൊടുക്കുക, ഇല്ലെങ്കിൽ എല്ലാവരും ഓക്സിജൻ കിട്ടാൻ ചത്തുപോകും. ആ ഒരു അവസ്ഥയാണ്. ആൻഡ് ഇങ്ങനൊരു ക്യാരക്ടർ ഭയങ്കര ഫണ്ണിയാണ്. പക്ഷെ എനിക്ക് ഫണ്ണി ആയിട്ടാണ് തോന്നിയത്. ജീവനില്ലാത്ത ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഈ സീരീസ് ഫുൾ നിർഗുണന്മാരാണെന്ന് വേണമെങ്കിൽ പറയാം. നിർഗുണനായ പോലീസ് ഓഫീസേഴ്സ്, നിർഗുണനായ വില്ലൻ, ഭയങ്കര ഡ്രാമ, നാടകം വരെ തോറ്റുപോകുന്ന തരത്തിലുള്ള ഡയലോഗ്സ് ആൻഡ് ഒരു നിർഗുണ സീരീസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സീരീസ് തുടങ്ങുന്ന സമയത്ത് ഒരു ഷോട്ട് ഉണ്ട്. അതായത് നമ്മുടെ ജിയോ ബേബിനെ ഒരു ആക്സിഡന്റിൽ പെടുന്ന ഒരു സീൻ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ സീരീസിന്റെ നിലവാരം. ഷോർട്ട് ഫിലിം എടുക്കുന്ന പിള്ളേരെ ഇതിൽ നന്നായിട്ട് എടുക്കുന്ന അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും. സുദേവ് നായരുടെ ക്യാരക്ടർ ഭയങ്കര രസമാണ്. അതായത് അങ്ങേർക്ക് പണിയെടുക്കാൻ വയ്യ, ലോക മടിയനാണെന്ന് വേണമെങ്കിൽ പറയാം. വാ തുറന്ന് ഡയലോഗ് പറയാൻ പോലും അങ്ങേർക്ക് വയ്യ. അങ്ങേര് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ലാലോ അല്ലെങ്കിൽ പഴയ ഷൈൻ ടോം ചാക്കോ സംസാരിക്കുന്ന പോലെയാണ് തോന്നുക. സബ് ടൈറ്റിൽ ഉള്ളതുകൊണ്ട് മാത്രം എന്താണ് പറയണതെന്ന് മനസ്സിലായി. പിന്നെ വേറെ മടിയനാണ് പറയാൻ കാരണം ഇങ്ങേര് പോയിട്ട് ഒരു കേസും അന്വേഷിക്കില്ല. ഒക്കെ ഇങ്ങേരുടെ താഴെയുള്ള ഓഫീസേഴ്സിനെ വിട്ടിട്ട് അവനെ പിടി ഇവനെ പിടി എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചോണ്ട് വരും. ആൻഡ് പിടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങേര് പറയും, നിനക്ക് എല്ലാം അറിയാം, നീ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ നീ തന്നെ പറയാന്ന്. അത് കണ്ടപ്പോ എനിക്ക് തോന്നി ഇങ്ങേര് എന്താ വല്ല പൃഥ്വിരാജിനെ പഠിക്കുകയാണോ എന്നാ തോന്നിയത്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇടയിൽ വന്നിട്ട് ആൾക്കൊരു ഡെവിലിഷ് സ്മൈലൊക്കെ ചിരിക്കുന്നുണ്ട്. ഞാൻ ഇനി വിചാരിച്ചു ദേ ലിവ് എമംഗ് അസ് എന്നാണല്ലോ ലോക സിനിമ കണ്ടപ്പോ പറഞ്ഞു. ഇനി ഇങ്ങേര് വല്ലതാണോ വല്ല ഡ്രാക്കുള. അല്ല, ആ സിനിമ കണ്ടതിന് ശേഷം ഒരൊറ്റ മനുഷ്യന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആരൊക്കെയാണെന്ന് ഒരു പിടുത്തുമില്ല. ആൻഡ് ഇതിലത്തെ വില്ലൻ അതിലേറെ കോമഡിയാണ്. അങ്ങേർക്ക് നടക്കാൻ വയ്യ, കൈ പൊന്തിക്കാൻ വയ്യ, പക്ഷെ വില്ലനാണ് ഇത്ര. എനിക്ക് തോന്നുന്നു ഈ സീരീസിൽ അഭിനയിക്കാൻ വേണ്ടി ആൾക്കാരെ കാശ് വാങ്ങിച്ച് കയറ്റി വിട്ടതാണ് തോന്നുന്നു. അജാതി ഒരു സീരീസ്. യൂഷ്വലി C5 ഒറിജിനൽസ് പറയുമ്പോൾ ക്വാളിറ്റി സാധനമായിരിക്കും. ഈ കന്നഡ, തെലുങ്ക്, ഇത് നിർഗുണം വരെ തോറ്റു. അജാതി ഒരു സാധനം. ഇതിൽ ആരെങ്കിലും ഒരാൾ നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് പോലും പറയാൻ പറ്റില്ല. ആൻഡ് എടുത്തു പറയണം, ഇതിൽ ജോ ബേബിയുടെ ഭാര്യയും മകളുടെയും കാര്യം എടുത്തു പറയണം. മകളൊക്കെ എജാതി ഓവർ ആക്ടിങ്. 100 രൂപ കൊടുത്തെന്ന് വെച്ചാൽ 10,000 രൂപ കൊടുത്തതിന്റെ ഓവർ ആക്ടിങ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു ചേച്ചിയിലുണ്ട്, ശ്രീലേഖയോ ആരാണ് ആളുടെ വൈഫായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അമ്പോ കരച്ചില് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖിതയായ വനിതയുടെ ഗ്ലോബൽ റെപ്രസെന്റേഷനായ മാലാ പാർവതി വരെ തോറ്റും. അജാതി കരച്ചിലാണ്. സോ ഇതില് 1-2 ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരാനൊക്കെ നോക്കിയിട്ടുണ്ട്. അമ്പേ പരാജയപ്പെട്ട ഒരു സീരീസ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ഞാനിത് അന്ന് ഇറങ്ങിയ ദിവസം തന്നെ ഇരുന്ന് കണ്ടതാണ്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് കണ്ടപ്പോ തന്നെ ഈ സുദേവ് നായരുടെ എന്റെ ബോഡി എന്റെ ഫുൾ ഫിഗർ, എന്റെ ബോഡി എന്റെ ഫുൾ ഫിഗർ. അപ്പൊ ഞാൻ അപ്പൊ നിർത്തിയിട്ട് പോയതാ. യൂഷ്വലി എല്ലാ സീരീസ് നമ്മൾ ഒരു നോൺ ലീനിയർ വേ ഓഫ് അപ്രോച്ചാ പിടിക്കുക. ആദ്യം പരസ്പര ബന്ധമില്ലാത്ത എന്തെങ്കിലും ഒരു സാധനം കാണിക്കും, പിന്നെ വന്നിട്ട് ഇത് എങ്ങനെ കണക്ട് ആവണം. ഇതിൽ അങ്ങനെയൊന്നുമില്ല. സുദേവ് നായർ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, നെഞ്ചും വിരിച്ചിട്ട് ഉള്ള സകലമായ ഓക്സിജനും വലിച്ചു കയറ്റിയിട്ട്. പിന്നെ ഇതിലൊരു വൃത്തികെട്ട ഒരു കളർ ഗ്രേഡിംഗ് ആയിരുന്നു. എന്റെ പൊന്നോ, അത് കാണാനുള്ള ഒരു രസം വരെ ഇല്ലാതാക്കി എന്ന് വേണമെങ്കിൽ പറയാം. സോ വേണ്ടവർ കണ്ടു നോക്കാം. C5 അവൈലബിൾ ആണ്. സോ ട്രൈ ഇറ്റ് ഔട്ട്.